ഹലോ, ഇന്നൊരു കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണേ നിങ്ങൾ ഈ കാണുന്നത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് അവിടുത്തെ തന്നെ ബസ്സിലാണ് കേട്ടോ. ഓഫീസിൽ പോയതുകൊണ്ടാണ് ഞങ്ങളിന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഇതാ ഓടി പോകുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ ആണ് ഈ കാണുന്നത്. അപ്പം ദാ ഈ കാണുന്നതാണ് കേട്ടോ കല്യാണ വീട്. അങ്ങനെ ഒത്തിരി നാൾക്ക് ശേഷമാണ് കല്യാണത്തിന് ബസ്സിൽ ഇങ്ങനെ പോകുന്നത്. സാധാരണ നോർമലി ഇക്ക ഉണ്ടെങ്കിൽ ഇക്കയുടെ കൂട്ടത്തിലാണ് കേട്ടോ പോവാറുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ കുറച്ചൊരു വൊമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ തോന്നിയെങ്കിലും പിന്നെ അതങ്ങ് മാറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി നല്ല രസമായിട്ടാണ് കേട്ടോ പോയത്. നല്ല സോങ് ഒക്കെ ഇട്ട് നല്ല രസമായിട്ട് ഒത്തിരി തിരക്കും തള്ളൊന്നും ഇല്ലാതെ നല്ല രീതിക്കാണ് കേട്ടോ പോയത്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോനും ചേച്ചിയുടെ മോനൊക്കെ ഉറങ്ങിയായിരുന്നു. പിന്നെ അവന്മാരെയൊക്കെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ചായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും ഫ്രണ്ട് സീറ്റിലിരുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ ഓഡിറ്റോറിയം എത്തിയായിരുന്നു. പോത്തങ്കോട് ക്രസൻറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ കല്യാണം. അങ്ങനെ ബസ് നിർത്തിയ ശേഷം ഞങ്ങളെല്ലാവരും ഇറങ്ങിയായിരുന്നേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങിയ ശേഷം അവിടെ മാംഗോ ജ്യൂസ് ഉണ്ട് കേട്ടോ. അപ്പം നേരെ ചെന്ന് ഇറങ്ങിയിട്ട് ഓടി ചെന്ന് മാംഗോ ജ്യൂസ് കുടിച്ചിട്ട് നേരെ ഓഡിറ്റോറിയത്തിനകത്തോട്ട് പോയി. വലിയ തിരക്കും തള്ളൊന്നും ഇല്ലാത്ത രീതിക്കായിരുന്നു കേട്ടോ ഇന്നത്തെ കല്യാണം. അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്ത ശേഷം നേരെ വന്ന് സീറ്റിലിരുന്നായിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ കല്യാണ ടൈമായി. അവരെല്ലാവരും വന്ന് സ്റ്റേജിലിരുന്നു. കല്യാണമൊക്കെ അതിഗംഭീരമായി നടന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ മോനും അവിടുത്തെ ചേട്ടൻ്റെ മോനും ഒരുമിച്ചാണ് സ്കൂളിൽ അവർ രണ്ടുപേരുമാണ് ഇത് അവിടെ ഇരിക്കുന്നത്. അവർ ഒരു വിധത്തിൽ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. അവർ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ നമ്മുടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി, അതോടൊപ്പം തന്നെ ബീഫ് വയറ്റിയതും ഉണ്ടായിരുന്നു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, കിണ്ണത്തപ്പം ഉണ്ടായിരുന്നു. സാധാരണ നോർമലി നമ്മുടെ ഫുഡെല്ലാം കുറച്ച് ഹെവി ആണല്ലോ. അപ്പം നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല വിശപ്പ് വന്ന ടൈമായിരുന്നു. നല്ല സൂപ്പറായിട്ട് കുറച്ച് ബീഫ് എടുത്ത് നമ്മുടെ ബിരിയാണിയിൽ മിക്സ് ചെയ്ത് നല്ല രീതിക്ക് കഴിച്ചായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ട് ഫുഡ് കഴിച്ച ഉടനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി നേരെ ഓരോ ഐസ്ക്രീം കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെയും വലിയ തള്ളും തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ച് നേരെ ചെന്ന് നിന്ന് ഞാനും ചേച്ചിയുടെ മോനും എൻ്റെ മോനും കൂടെ കുടിക്കുകയാണ്. എൻ്റെ മോൻ കാണിക്കുന്ന ഓരോ കുസൃതികളാണ് ഇതൊക്കെ. അപ്പോൾ അവൻ വെറുതെ ഇങ്ങനെ കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഓരോ ഐസ്ക്രീം കൂടെ വാങ്ങിച്ച് കുടിച്ച ശേഷം എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇവിടെ വാങ്ങിക്കൊടുത്തു. ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് വീണ്ടും ഐസ്ക്രീം കുടിച്ച കേട്ടോ. ഒത്തിരി തിരക്കൊന്നും ഇല്ലായിരുന്നു. എൻ്റെ ഒരു അനിയൻ വന്ന് കളിയാക്കിയിട്ട് പോയേ. പിന്നെ ഞങ്ങൾ നേരെ വന്ന് ഓരോ ഫോട്ടോ എടുത്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.